ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വീണ്ടും ബെറ്റർ ഓപ്പണിംഗ് ആണ്. ഏഷ്യയിലെ ജാപ്പനീസ് മാർക്കറ്റ് ഇന്ന് ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ട്രേഡ് ചെയ്യുന്നത്. സൗത്ത് കൊറിയൻ മാർക്കറ്റും റെക്കോർഡ് ഹൈനടുത്താണ്. ഹോങ്കോങ്, ചൈനീസ് മാർക്കറ്റുകളും ബെറ്ററാണ്. ഇന്നലെ അമേരിക്കയിലെ S&P 500, നാസ്ഡാക്ക് ഈ ഇൻഡെക്സുകൾ വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം ആമസോൺ ഒഴികെ മറ്റെല്ലാ ടെക്നോളജി സ്റ്റോക്കുകളും ഇന്നലെ, സോഫ്റ്റ്വെയർ ടെക്നോളജി സ്റ്റോക്കുകൾ ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ആൽഫബറ്റിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വീണ്ടും $4 ട്രില്യൺ ക്രോസ് ചെയ്തിരിക്കുകയാണ്. മൈക്രോസോഫ്റ്റിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $3 ട്രില്യൺ ക്രോസ് ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് തന്നെയാണ് അമേരിക്കയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ടെക്നോളജി സ്റ്റോക്കുകളെ സംബന്ധിച്ച്. അതേസമയം ഹാർഡ്വെയർ സ്റ്റോക്കുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ മുന്നേറിയിരുന്ന സ്റ്റോക്കുകളായിരുന്നു ഹാർഡ്വെയർ സ്റ്റോക്കുകൾ. റാൻഡം ആക്സസ് മെമ്മറി, ഫ്ലാഷ് മെമ്മറി, അതുപോലെ തന്നെ ഹാർഡ് ഡിസ്ക് ഡ്രൈവുകളൊക്കെ ഉണ്ടാക്കുന്ന കമ്പനികളുടെ സ്റ്റോക്കുകളൊക്കെ നല്ല രീതിയിൽ മുന്നേറിയിരുന്നു. പക്ഷേ ഇന്നലെ ഈ സ്റ്റോക്കുകളിലൊക്കെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് കണ്ടിട്ടുള്ളത്. അതോടൊപ്പം യൂറോപ്യൻ മാർക്കറ്റുകളുടെ സിറ്റുവേഷൻ ഇന്നലെ നോക്കുകയാണെങ്കിൽ ഒരു മിക്സഡ് സെന്റിമെന്റ് ആയിരുന്നു യൂറോപ്പിൽ. ഇന്നലെ ഏഷ്യയിലെ ജാപ്പനീസ് മാർക്കറ്റുകൾ ബെറ്റർ ആയിരുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യൻ മാർക്കറ്റും ബെറ്റർ ആയിരുന്നു. ചൈനീസ് മാർക്കറ്റും ഇന്നലെ ഓൾമോസ്റ്റ് ബെറ്റർ ലെവലിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഗോൾഡിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഇന്നലെ ഒരു വൊളാറ്റിലിറ്റി ഒക്കെ കാണിച്ചിരുന്നു. ഇന്നും ആണെങ്കിൽ $4,820 പെർ ഔൺസിനാണ് ട്രേഡ് ചെയ്യുന്നത്. സിൽവർ $80.3 പെർ ഔൺസിനാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് സെയിം ലെവൽ അല്ലെങ്കിൽ സ്ലൈറ്റ്ലി വീക്ക് ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അതേസമയം കോപ്പർ, അലുമിനിയം, സിങ്ക് ഈ കമ്മോഡിറ്റികൾ ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് മോർണിംഗിലും ബെറ്റർ ആയിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ $94.8 പെർ ബാരലിനാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ സംഘർഷം അടുത്ത ദിവസങ്ങളിൽ ഒത്തുതീർന്നേക്കും. അതുപോലെ തന്നെ ഹോർമൂസ് കടലിടുക്ക് അടച്ചിട്ടിരിക്കുന്നത് വീണ്ടും തുറന്നേക്കും എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. ഇതിന്റെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് പൊതുവെ ഇന്ന് ഏഷ്യൻ മാർക്കറ്റിലുള്ളത്. അതോടൊപ്പം തന്നെ ഇന്നലെയും അത്തരത്തിലുള്ളൊരു സെന്റിമെന്റ് തന്നെയായിരുന്നു അമേരിക്കയിലും ഉണ്ടായിരുന്നത്. ചൈനീസ് Q1 GDP ഡാറ്റ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ബെറ്റർ ദാൻ എക്സ്പെക്ടേഷൻസ് ആണ്. 5% ഗ്രോത്ത് ആണ് ചൈനീസ് എക്കണോമി Q1 നേടിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ചൈനീസ് സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. ധാരാളം ഇൻഫ്ലോസ് വീണ്ടും ചൈനയിലേക്ക് വരാനുള്ള സാധ്യതകളൊക്കെയുണ്ട്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒരു പക്ഷേ അടുത്ത ദിവസങ്ങളിൽ ചൈനീസ് മാർക്കറ്റിൽ കാണാനായിട്ട് സാധിക്കും. ജാപ്പനീസ് മാർക്കറ്റിൽ നിന്ന് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് റെക്കോർഡ് ഹൈയിലാണ് ട്രേഡ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ച് Q4 റിസൾട്ടുകൾ, ആനുവൽ റിസൾട്ടുകളൊക്കെ തന്നെയാണ് മാർക്കറ്റിലുള്ള മേജർ ഇവന്റ്സ് ആയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക സംഘർഷം, ഈ 2 ഇവന്റുകളാണ് നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. തീർച്ചയായിട്ടും Q4 റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മിക്സഡ് സെന്റിമെന്റ് ആണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. HDB ഫൈനാൻഷ്യൽ സർവീസസ് ബെറ്റർ ദാൻ എക്സ്പെക്ടേഷൻസ് ആണ് ഇന്നലെ റിസൾട്ട് വന്നിരിക്കുന്നത്. തേജസ് നെറ്റ്വർക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്ത രീതിയിലുള്ള മോശം റിസൾട്ട് തന്നെയാണ്. അടുത്ത 1-2 ക്വാർട്ടേഴ്സ് കൂടി തേജസ്സിൽ ഇത്തരത്തിലുള്ളൊരു നെഗറ്റീവ് റിസൾട്ടുകൾ കാണാനുള്ള സാധ്യതകളുണ്ട്. അതിനുശേഷം ബെറ്റർ ആവാനുള്ള സാധ്യതകളാണ് കാണുന്നത്. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് നോക്കുകയാണെങ്കിൽ റൂബിക്കോൺ റിസർച്ച് പുതിയൊരു അക്വിസിഷൻ, ഒരു ലൈഫ് സയൻസ് കമ്പനിനെ അക്വയർ ചെയ്തിട്ടുണ്ട്. ജോൺ കോക്കറലിന് $300 കോടി ഒരു ഓർഡർ JSW കോട്ടഡ് പ്രൊഡക്ട്സിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസൊക്കെ ഉണ്ട്, പല സ്റ്റോക്കുകളിലൊക്കെ ഉണ്ട്. എന്നിരുന്നാലും മാർക്കറ്റ് പൊതുവെ ഒരു ബുള്ളിഷ് ബയാസിൽ ട്രേഡ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. വൊളാറ്റിലിറ്റി ഒക്കെ പല സ്റ്റോക്കുകളിലും കണ്ടേക്കാം Q4 ആനുവൽ റിസൾട്ടുകൾക്ക് അനുസരിച്ചുകൊണ്ട്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.